നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഒരു ഭാഗത്ത് ലോകം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്. നിത്യയൗവനം എന്നത് ഒരു വ്യാമോഹമല്ല, നാളെ നിലവിൽ വരാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വാർദ്ധക്യമില്ലാതെ എല്ലാവരും യുവാക്കളായിരിക്കുന്ന ഒരു കാലം വരാനിരിക്കുകയാണ്. അസുഖങ്ങൾ മൂലമുള്ള മരണത്തെപ്പോലും മനുഷ്യൻ കീഴടക്കിയാൽ അതിൽ അതിശയിക്കാനില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനെല്ലാമുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ജെനറ്റിക് എഞ്ചിനീയറിംഗ് അതിശയിപ്പിക്കുന്ന നേട്ടങ്ങളാണ് കൊയ്തെടുക്കുന്നത്. പക്ഷേ അതിനെല്ലാം മുകളിൽ, അതിനെയെല്ലാം നിഷ്പ്രഭമാക്കി ലോകത്തിനു മേൽ തന്നെ കരിനിഴൽ വീഴ്ത്തി മരണം താണ്ഡവമാടുന്ന ഒരു ദുരന്തം വരാനിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അത് വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, യാഥാർത്ഥ്യമാകാൻ വളരെയേറെ സാധ്യതകളുണ്ട്. ഇത് പറയുന്നത് ഞാനുമല്ല, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ തന്നെ കഴിഞ്ഞ മാസം 26-ന് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പറഞ്ഞ കാര്യമാണിത്. നമുക്കടിയന്തരമായി ഇനിയെങ്കിലും ബോധം വന്നില്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം സാധ്യമാണ് എന്ന് തന്നെയാണ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞത്. 3 പ്രധാന സംഘടനകൾ ഒരു സ്ഫോടനാത്മക കോക്ടൈലായി ഒന്നിച്ചു വരുന്നത് കാണുമ്പോൾ ഞങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരികയാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അതിൽ അദ്ദേഹം ഒന്നാമതായി പറഞ്ഞത് റഷ്യ ഉക്രൈന് മേൽ നടത്തുന്ന അക്രമങ്ങൾ ഇനിയും കയ്യും കെട്ടി കണ്ടു നിൽക്കാനാവില്ല എന്ന് തന്നെയാണ്. യൂറോപ്യൻ യൂണിയൻ ഏകപക്ഷീയമായി ഉക്രൈനെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതായത് ആവശ്യമെങ്കിൽ ഉക്രൈൻ വിഷയത്തിൽ റഷ്യക്കെതിരെ അണിനിരക്കാൻ യൂറോപ്യൻ യൂണിയൻ ഒരുക്കമാണെന്ന സൂചനയാണത്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് പലസ്തീനിലെ സംഘർഷത്തെക്കുറിച്ചാണ്. പലസ്തീൻ ജനതയ്ക്ക് അവരുടെ സ്വന്തം രാജ്യത്തിന് മേൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയ ചാൾസ് മൈക്കിൾ പക്ഷേ തുടർന്ന് പറയുന്നത് മുഴുവനും ഇസ്രയേലിന് അനുകൂലമാണെന്നും ഓർമ്മിക്കേണ്ടതുണ്ട്. ഹമാസിന്റെ നിന്ദ്യമായ ഭീകരാക്രമണങ്ങളെ ഞങ്ങൾ അപലപിക്കുന്നു. എല്ലാ ബന്ദികളെയും നിരുപാധികം മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അന്താരാഷ്ട്ര നിയമത്തെയും തത്വങ്ങളെയും മാനിച്ച് സ്വയം പ്രതിരോധിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് ഉടനടി വെടിനിർത്തൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. അവർക്ക് അവരുടേതായ സുസ്ഥിരമായ രാഷ്ട്രം ഉണ്ടായിരിക്കണം. ഇതാണ് യൂറോപ്യൻ കൗൺസിലിന്റെ നിലപാട് എന്നാണ് പറയുന്നത്. അതായത് ഹമാസ് പ്രതിരോധം തുടർന്നാൽ ഇസ്രയേലിന്റെ പക്ഷം പിടിക്കാൻ തങ്ങൾ മടിക്കില്ല എന്നൊരു സൂചന അതിലുണ്ട് എന്നർത്ഥം. സുഡാനിലെ ആഭ്യന്തര യുദ്ധമാണ് ചാൾസ് മൂന്നാമതായി ഉന്നയിച്ച വിഷയം. യുദ്ധത്തിൽ എപ്പോഴും എന്ന പോലെ സ്ത്രീകൾ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. ഇത് ഒരു വലിയ മാനുഷിക ദുരന്തമാണ്. 20,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ പ്രതിസന്ധിയിലാണ്. പലരും അവിടെ നിന്നും പലായനം ചെയ്യപ്പെട്ടു. ആഫ്രിക്കയുടെ മുഴുവൻ മേഖലകളും അരാജകത്വത്തിലേക്ക് നീങ്ങാനുള്ള സൂചനയാണ് ഇത്. കലാപകാരികൾക്ക് ആയുധം വിതരണം ചെയ്യുന്നത് നിർത്തണം എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഈ സംഘർഷം അവസാനിപ്പിക്കാം. അതായത് അവിടെ പട്ടാളത്തെ ഇറക്കി ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മേൽ കൈവയ്ക്കാമെന്ന് തന്നെയാണ് ചാൾസ് മൈക്കിൾ സൂചിപ്പിക്കുന്നത് എന്നോർക്കണം. വിദ്യാലയങ്ങളിലെ ബോംബാക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന കുട്ടികളുടെ ജീവൻ വിലപ്പെട്ടതാണ്. ഉക്രൈനിലോ ഗസയിലോ മറ്റെവിടെയെങ്കിലുമോ ബലാത്സംഗത്തിനിരയായ സ്ത്രീയുടെ അന്തസ്സും യുദ്ധകാലത്തും സമാധാനകാലത്തും പവിത്രമാണ്. ഉക്രൈനിലോ ഗസയിലോ സുഡാനിലോ മറ്റെവിടെയെങ്കിലുമോ മുഴുവൻ ജനങ്ങൾക്കും ഭക്ഷണം നിഷേധിക്കുന്നത് യുദ്ധക്കുറ്റമാണ്. അത് ആര് ചെയ്താലും എവിടെയായാലും ശരി, ഞങ്ങളുടെ രോഷം അവിടെയെല്ലാം ഉയരുക തന്നെ ചെയ്യും. അതായത് അവിടങ്ങളിലെല്ലാം തങ്ങൾ കയറി മേയും എന്ന് തന്നെ ഇതിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇദ്ദേഹം വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണെന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരു കാര്യം വ്യക്തമാണ്, ഇറാനും റഷ്യയും തങ്ങളുടെ അയൽക്കാരെയും മറ്റു രാജ്യങ്ങളെയും അസ്ഥിരപ്പെടുത്തുന്നുണ്ട്. ആണവ ഭീഷണികളുടെയും സാമ്രാജ്യത്വ അഭിലാഷങ്ങളുടെയും ക്രൂരവും നിയമവിരുദ്ധവുമായ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയുടെ ഒരു പ്ലേബുക്ക് അവർ പിന്തുടരുന്നുണ്ട്. നോക്കൂ, ഈ പ്ലേബുക്ക് ഏറ്റവും കൂടുതൽ പിന്തുടരുന്നത് അമേരിക്കയും ഇസ്രയേലുമൊക്കെയാണ്. എന്നാൽ അത് യൂറോപ്യൻ യൂണിയനോ ചാൾസ് മൈക്കിളോ കാണുന്നേയില്ല, പറയുന്നുമില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ന്യൂയോർക്കിൽ വെച്ച് ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രത്തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും ചെയ്തു എന്നോർക്കണം. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യതകൾ തന്നെയാണ്
ആ രഹസ്യ ചർച്ചകളിലെല്ലാം ഉന്നയിക്കാൻ സാധ്യതയുള്ളത്. ഇത് ഒരു വെറും നിഗമനമല്ല, യാഥാർത്ഥ്യമാണ്. ഇനി അദ്ദേഹം ഏകപക്ഷീയമായി പറഞ്ഞ ഉക്രൈൻ റഷ്യ സംഘർഷത്തെക്കുറിച്ച് നോക്കാം. അമേരിക്കൻ കുത്തക മാധ്യമങ്ങളുടെ പ്രചാരണങ്ങൾക്കപ്പുറം അവിടെ എന്താണ് വാസ്തവത്തിൽ നടക്കുന്നതെന്ന് നമ്മൾ അറിയണം. വളഞ്ഞിട്ട് പിടിക്കുന്ന പോലെ അമേരിക്ക റഷ്യയുടെ ചുറ്റും സൈനിക താവളങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈനിലും അത് സ്ഥാപിച്ചു കഴിഞ്ഞു. അതായത് റഷ്യയെ വളഞ്ഞു പിടിച്ച് ആക്രമിക്കാനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കുക എന്നത് റഷ്യയുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. പലരും അറിയാത്തൊരു കാര്യമാണത്. സാമ്രാജ്യത്വ ലോബികളുടെ വാർത്താ പ്രചാരണങ്ങൾക്കിടയിൽ റഷ്യ ഒരു ഭീകര രാജ്യമാക്കി ചിത്രീകരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. നോക്കൂ, US-ന്റെ തൊട്ടുകിടക്കുന്ന കാനഡയിലോ മെക്സിക്കോയിലോ റഷ്യ ഇതുപോലെ ഒരു സൈനിക താവളം നിർമ്മിക്കാനുള്ള സാഹചര്യം വന്നു എന്നുണ്ടെങ്കിൽ റഷ്യ ഇന്ന് ഉക്രൈനോട് ചെയ്ത പോലെ ഒന്നുമല്ല. ഐക്യരാഷ്ട്രസഭയെയും യൂറോപ്യൻ കൗൺസിലിനെയും എല്ലാം കൂട്ടുപിടിച്ച് ആ രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ US മുതിരുമായിരുന്നു. അപ്പോൾ US സുരക്ഷിതമാക്കുകയും റഷ്യയെ അരക്ഷിതമാക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഗൂഢതന്ത്രമാണ് വാസ്തവത്തിൽ ഉക്രൈൻ സംഘർഷത്തിന്റെ മൂലകാരണം. ഇത് മനസ്സിലാക്കാതെയാണ് പലരും റഷ്യയെ കുറ്റപ്പെടുത്തുന്നത്. അമേരിക്ക എന്ത് പറയുന്നോ അതാണ് ഐക്യരാഷ്ട്രസഭയും ആവർത്തിക്കുന്നത്. അതാണ് അമേരിക്കൻ പ്രചാരണ തന്ത്രങ്ങളുടെ വിജയവും. അപ്പോൾ ഈ മേഖലയിൽ സംഘർഷത്തിന് വഴിമരുന്നിട്ട അമേരിക്ക വിശുദ്ധരും സ്വയം പ്രതിരോധം തീർക്കുന്ന റഷ്യ അപരാധികളുമായി മാറുകയാണ്. അങ്ങനെ ഒരു ലോകമഹായുദ്ധത്തിലൂടെ റഷ്യയെ തകർക്കാനുള്ള തന്ത്രമാണ് അമേരിക്ക ഒരുക്കുന്നത്. ഇത് ലോകമനസാക്ഷി തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി പലസ്തീനിലേക്ക് കടക്കാം. അവിടെ ആരാണ് വാസ്തവത്തിൽ അപരാധി? അധിനിവേശം നടത്തുന്ന ഇസ്രയേലോ പ്രതിരോധം തീർക്കുന്ന പലസ്തീനോ? ഹമാസിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അതിന്റെ നേതാക്കൾക്ക് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറം സ്വന്തം മണ്ണിനു വേണ്ടി പൊരുതുന്ന ഒരു ജനതയുടെ കഷ്ടതകളുടെ, നാശനഷ്ടങ്ങളുടെ, തീരാത്ത ദുരിതങ്ങളുടെ ഒരു കണ്ണീർ കണമുണ്ട്. അത് ലോകമനസാക്ഷിയുടെ കണ്ണീർ കണമാണ്. അത് കാണാതെയാണ് ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് ചാൾസ് ജൽപ്പനം നടത്തുന്നതെന്ന് നമ്മൾ അറിയണം. പലസ്തീൻ ജനത ബഹുമാനവും അന്തസ്സും ആത്മാഭിമാനവും അറിയിക്കുന്നുണ്ട്. അവിടുത്തെ സമാധാനം അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ സുരക്ഷ ലക്ഷ്യമിടുന്നത് ഒരു മിഥ്യയാണെന്ന് ലോകം മനസ്സിലാക്കേണ്ടതുണ്ട്. സമാധാനമാണ് സുരക്ഷയുടെ ഏറ്റവും നല്ല ഉറപ്പ്. പ്രതികാരവും കൂട്ടായ ആക്രമണങ്ങളും കൊണ്ട് കത്തിജ്വലിക്കുന്ന ഒരു ലോകം സുരക്ഷിതമല്ലാത്ത ഒരു ലോകമാണ്. പലസ്തീൻ ജനതയ്ക്ക് അവരുടെ സ്വന്തം രാഷ്ട്രത്തിനുള്ള അവകാശമുണ്ട്. ഈ അവകാശം നിഷേധിക്കുന്നത് ഇസ്രയേലികളുടെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ സുരക്ഷയ്ക്ക് അനന്തമായ ഭീഷണി ഉയർത്തും. ഇക്കാര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയും യൂറോപ്യൻ കൗൺസിലും എല്ലാം പുലർത്തുന്ന ഇരട്ടത്താപ്പ് വെച്ച് പൊറുപ്പിക്കാനാവാത്തതാണ്. അത് അന്താരാഷ്ട്ര ന്യായത്തിനും നിയമത്തിനും തത്വങ്ങൾക്കും എതിരാണെന്ന് നമ്മൾ അറിയണം. മനസാക്ഷിയുള്ള ഒരാൾക്കും ഇതിൽ ഇസ്രായേലിന്റെ പക്ഷത്ത് നിൽക്കാൻ കഴിയുകയില്ല. ഇത് മറന്ന് നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരാണെങ്കിലും നിങ്ങളുടെ മനസാക്ഷി മരവിച്ചു എന്ന് ഞാൻ പറയൂ. വിദ്യാലയങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും മുകളിലേക്ക് മിസൈലുകൾ വർഷിച്ച് നിസ്സഹായരായ മനുഷ്യരെ ചുട്ടുകൊല്ലുന്ന ഇസ്രായേലിന്റെ ക്രൂരതയ്ക്ക് വെള്ളപൂശാൻ ശ്രമിക്കുന്നവർ മനസാക്ഷിയില്ലാത്തവരാണ്. അവിടെ കാലങ്ങളായി മരിച്ചു വീഴുന്ന കുട്ടികളുടെ ആത്മാവിന്റെ വിലാപം മഹാനായ കവി മഹമ്മൂദ് ദർവീഷിന്റെ കവിതയിൽ നമുക്ക് കേൾക്കാം. ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് വേണം, ആ പഴയ സസ്യങ്ങളുടെ സുഗന്ധം ഞങ്ങൾക്ക് വേണം, ആ പഴയ സസ്യങ്ങളുടെ സുഗന്ധം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ വിദ്യാലയം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ വിദ്യാലയം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഖബർസ്ഥാൻ വേണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഒരു തലയോട്ടിയോളം, പിന്നെ ഒരു പാട്ടും. എല്ലാം നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ താളം തന്നെ പിഴച്ചുപോയ ഒരു ജനതയുടെ വിലാപത്തിന്റെ സ്വരമാണത്. ഇനി സുഡാനിലേക്ക് കടന്നാൽ അവിടെയും ഈ വിലാപത്തിന്റെ പ്രതിധ്വനി നമുക്ക് കേൾക്കാൻ കഴിയും. രണ്ട് മേജർമാർ തമ്മിലുള്ള അധികാര വടംവലിയാണ് അവിടെ നടക്കുന്നതെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും അതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയ മാനമുണ്ട്. അതിന് വഴിമരുന്നിട്ടത് അമേരിക്കയും ഇസ്രയേലുമാണെന്ന് ഞാൻ പറയും. സുഡാനിലെ ഭരണാധികാരിയായിരുന്ന ഒമർ അൽ ബാഷിർ ജൂതന്മാർക്കും അമേരിക്കയ്ക്കും ഒരുപോലെ അനഭിമതനായതോടെയാണ് അവിടെ വാസ്തവത്തിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ബാഷിർ ഒരു നല്ല ഭരണാധികാരിയായിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അവിടുത്തെ വിമത വിഭാഗത്തിന് ആയുധങ്ങൾ എത്തിച്ചു നൽകിയതിൽ പോലും ഇസ്രായേലിന് പങ്കുണ്ടായിരുന്നു. അത് ഒരിക്കലും അംഗീകരിക്കാനാവാത്തതാണ്.
രക്തരൂക്ഷിതമായ കലാപത്തിനാണ് പിന്നീട് ആ രാജ്യം സാക്ഷ്യം വഹിച്ചത്. കലാപകാരികൾ ഉപയോഗിച്ചത് അത്രയും ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങളായിരുന്നു എന്നോർക്കണം. അങ്ങനെയാണ് 2019 ഉമർ അൽ ബാഷിറിന് അധികാരം നഷ്ടമാകുന്നത്. സൈന്യം അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. ഉമർ അൽ ബാഷിറിന് അധികാരം പോയിട്ടും അവിടെ കലാപം അവസാനിച്ചില്ല. ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തി ജനകീയ സർക്കാർ അധികാരത്തിൽ ഏറണമെന്നതായിരുന്നു കലാപകാരികൾ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് ന്യായമായ ഒരു ആവശ്യമാണ്. പക്ഷേ അത് ചെവിക്കൊള്ളാതെ സൈന്യവും രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ അധികാരം പങ്കിടുന്നതും സംബന്ധിച്ച് കരാറിൽ ഏർപ്പെടുകയും സോവറിൻ കൗൺസിൽ എന്നൊരു പരമാധികാര സഭയ്ക്ക് അധികാരം കൈമാറുകയുമായിരുന്നു. രാഷ്ട്രീയ നേതാക്കൾക്കും സൈനിക ഓഫീസർമാർക്കും തുല്യ സ്ഥാനമുള്ള ഈ പരമാധികാര കൗൺസിൽ രൂപീകരിച്ച ഉടനെ ആദ്യം ചെയ്തത് ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം ദൃഢമാക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, സുഡാനിലെ റാപ്പിഡ് സപ്പോർട്ട് ഗ്രൂപ്പ് തലവൻ മുഹമ്മദ് ഹംദാൻ ഡഗാലോ അടക്കമുള്ളവരുമായി ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ചർച്ച നടത്തിയതും ഇതോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ലോകത്ത് മുഴുവനും അസമാധാനത്തിന്റെ വിത്ത് വിതച്ചവർ തന്നെ ഇപ്പോൾ ചെകുത്താൻ വേദമോതുന്ന പോലെ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇത് വലിയൊരു വിപത്തിന്റെ സൂചനയാണ്. ഇസ്രയേൽ അതിനുള്ള പദ്ധതികളാണ് അണിയറയിൽ ആസൂത്രണം ചെയ്യുന്നത്. അവർ ലക്ഷ്യമിടുന്നത് ഇറാനെയും ലബനെയും സുഡാനെയും തുർക്കിയെയും ഒക്കെയാണെങ്കിൽ അമേരിക്ക അതേ അവസരത്തിൽ തന്നെ ലക്ഷ്യമിടുന്നത് റഷ്യയെയും ചൈനയെയും ഉത്തര കൊറിയയുമാണ്. ഈ ലക്ഷ്യസാക്ഷാത്കാരം ലോകത്തെ നയിക്കുന്നത് സർവനാശകമായ ലോക മഹായുദ്ധത്തിലേക്കാണ്. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ സൂചന നൽകിയതും ഇതുതന്നെയാണ്. നമുക്കടിയന്തരമായി ഇനിയെങ്കിലും ബോധം വന്നില്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം സാധ്യമാണ്. ആ സാധ്യതാ പഠനത്തിലാണിപ്പോൾ അമേരിക്കയും അതിൻ്റെ സഖ്യകക്ഷികളും. അതായത് ലോകം നൂറ്റാണ്ടുകളിലൂടെ നേടിയ മനുഷ്യ പുരോഗതിയെല്ലാം തകർക്കുന്ന, മാനവകുലത്തിന്റെ നിലനിൽപ്പിനെ തന്നെ താറുമാറാക്കുന്ന ഒരു മഹാവിപത്തിന്റെ അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഇപ്പോൾ നമ്മൾ എന്നർത്ഥം. നമ്മളിപ്പോൾ സർവനാശത്തിന്റെ പാതയിലാണ്. അരുതാത്തതൊന്നും വരരുതേ എന്ന പ്രാർത്ഥനയോടെ കരുതിയിരിക്കുക. കരുതിയിരുന്നേ മതിയാകൂ എന്നേ ഇപ്പോൾ പറയാനാകൂ.